നമ്മളുടെ സക്സസിനെ വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്, ദി ഗോൾഡൻ അവർ. ആസ് ആൻ ഇൻഡിവിജ്വൽ നിങ്ങൾ കൂടുതൽ സമയം എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരും. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നിങ്ങളുടെ ഐഡിയാസ്, ഇൻഫർമേഷൻസ് എന്താണ് നിങ്ങളുടെ മൈൻഡിനെ ഫീഡ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾ. അതിലെല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ചിലത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ രാവിലത്തെ ആദ്യ മണിക്കൂറിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന്. ദി ഗോൾഡൻ അവർ. ഈ ഗോൾഡൻ അവറിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ളതിനെ വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു 90% നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ശീലങ്ങളെ ബേസ് ചെയ്തിരിക്കും. അത് നല്ലതായാലും ചീത്തതായാലും. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ശീലങ്ങളായിരിക്കും ഉണ്ടാവുക, പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ബിഹേവിയേഴ്സ്. ആൻഡ് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് മോശമായിട്ടുള്ള ശീലങ്ങളായിരിക്കും ഉണ്ടാവുക. സിമ്പിൾ. സോ സക്സസ്ഫുൾ ആവാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗോൾഡൻ അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. സ്റ്റാർട്ട് യുവർ ഡേ ഇൻ എ തോട്ട്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് വേ. സോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കാവുന്ന ഒരു സക്സസ് ഫോർമുലയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങോട്ട് ജഡ്ജ് ചെയ്യാതെ പകരം ഒരു 21 ഡേയ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു നോക്കുക. എന്നിട്ട് തിരികെ വന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾ ഡെയിലി 21 ദിവസത്തേക്ക് ചെയ്താൽ അത് ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ളത്. സോ ദ 21 day മെൻ്റൽ ഡയറ്റ്. നാളെ മുതൽ എന്ത് ചെയ്യണമെന്നറിയോ? നോർമലി എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക. ഇപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേൽക്കില്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. ആൻഡ് ഫസ്റ്റ് ഗോൾഡൻ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ മൈൻഡിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഫോൺ, TV, ന്യൂസ് പേപ്പർ ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഒരു 30 to 60 മിനിറ്റ്സ് എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യം വായിക്കുക. ലൈക്ക് ഇൻസ്പിറേഷണൽ കോട്ട്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും. അതായത് രാവിലത്തെ ആദ്യ മണിക്കൂറിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് എങ്ങനെയുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനെ മൈൻഡിൽ വെച്ചുകൊണ്ട്. ആൻഡ് നിങ്ങൾ ആ മോർണിംഗ് റീഡിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു നോട്ട്ബുക്ക് എടുക്കുക. ആൻഡ് നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 to 15 ഗോൾസ് അതിൽ എഴുതുക. അതും പ്രസൻറ്റ് ടെൻസിൽ നിങ്ങളത് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു മാസം 1,00,000 രൂപ സമ്പാദിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഫിറ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഉള്ളത്. ബ്ലാക്ക് BMW M5 ആണ് എൻ്റെ വാഹനം, എക്സെട്ര. ആൻഡ് നിങ്ങൾ ഡെയിലി ഇത് എഴുതണം. ആൻഡ് കഴിഞ്ഞ ദിവസം നിങ്ങൾ എഴുതിയത് നോക്കാതെ വേണം നെക്സ്റ്റ് ഡേ എഴുതേണ്ടത്. ഇന്നലെ എഴുതി വെച്ചത് നോക്കിയിട്ട് ഇന്ന് എഴുതരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ആൻഡ് ദെൻ പ്ലാൻ എവറി ഡേ ഇൻ അഡ്വാൻസ്. നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് റീറൈറ്റ് ചെയ്തതിന് ശേഷം ആ ഗോൾസ് നോക്കിയിട്ട് അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ആൻഡ് അതിനെ നിങ്ങളുടെ പ്രയോറിറ്റീസ്, വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യുക. എന്നിട്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്താണോ അതിൽ വർക്ക് ചെയ്യുക. ബാക്കി ടാസ്കുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ മൈൻഡ്. അത് കംപ്ലീറ്റ് ആവുന്നത് വരെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. നിങ്ങൾ ഈ ഗോൾഡൻ അവറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടാസ്ക് പിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഒരു എനർജി ആൻഡ് കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ആൻഡ് അത് നിങ്ങളുടെ മറ്റ് ടാസ്കുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് ഓവറോൾ പ്രൊഡക്ടിവിറ്റിയെ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഒഴിവ് സമയത്തൊക്കെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. കണ്ടിന്യൂസ്ലി ഫീഡ് യുവർ മൈൻഡ് വിത്ത് ഹൈ ക്വാളിറ്റി മെൻ്റൽ ന്യൂട്രീഷൻ ദാറ്റ് അപ്ലിഫ്റ്റ് ആൻഡ് ഇൻസ്പയർ യു ടു ഡു യുവർ ബെസ്റ്റ്. ഇത് ത്രൂ ഔട്ട് യുവർ എൻറ്റയർ ലൈഫ് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഫൈനലി ഒരു സെൻസ് ഓഫ് അർജൻസി ഡെവലപ്പ് ചെയ്യുക. ആ ഒരു പേസ് ഡെവലപ്പ് ചെയ്യുക. ഒരു ടാസ്കിൽ നിന്ന് മറ്റൊരു ടാസ്കിലേക്ക് മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യുക. വിച്ച് മീൻസ് ഡു നോട്ട് വേസ്റ്റ് യുവർ ടൈം. ദ ഫാസ്റ്റർ യു മൂവ് ദ മോർ എനർജി യു വിൽ ഹാവ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് യു വിൽ ഫീൽ ബെറ്റർ. ഒരു നല്ല കൺട്രോൾ ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൻസ് ഓഫ് റെസ്പെക്റ്റ് ഒക്കെ വരും. സോ ഗോൾഡൻ അവറിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡെയിലി ആ ഫസ്റ്റ് അവറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളെക്കൊണ്ട് എന്തും സാധിക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഡെവലപ്പായി വരും. യു വിൽ ബിക്കം എ മണി മാഗ്നറ്റ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റും ഇമ്പ്രൂവ് ചെയ്യും. ലൈഫിൽ സക്സസ്ഫുൾ ആവും. ഐ നോ ഇറ്റ് ആൻഡ് യു നോ ഇറ്റ്. സോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ.